നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ മക്കളെ, ഈ നിത്യേന നമ്മൾ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ഒരു ദിവസം നമുക്കത് തിരിച്ചറിയാൻ പറ്റാതെ വന്നാ നമ്മൾ എന്ത് ചെയ്യും? തലയിൽ ഇരുട്ട് കയറില്ലേ? നിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്റെ അവസ്ഥ അതാ. എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചും പിന്നാലെ ഇങ്ങനെ നടന്നും ഇപ്പൊ സത്യം പറഞ്ഞ അമ്മാവന് സ്വന്തമായിട്ടൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്നെ ഇങ്ങനെ തോപ്പിച്ചാലോ മോനെ? വീണയുടെ കല്യാണക്കാര്യത്തില് നീ എന്തിനെങ്ങനെ എതിര് നിൽക്കണമെന്ന് എനിക്കറിയില്ല. എടാ മോനെ, അവളോട് എന്തെങ്കിലും വിരോധം തോന്നിട്ടാണോ മോനെ? അതോ നിന്റെ ചങ്ങാതിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കത് മനസ്സിലാവുന്നില്ല മോനെ. അമ്മാവൻ എന്നെ വെറുക്കല്ല. ഇക്കാര്യത്തില് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. എന്തിനു വേണ്ടി? പക്ഷെ മോനെ, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയണം. ഇപ്പോ ഈ നിമിഷം ഞാൻ ഇതൊക്കെ വേണ്ടെന്ന് വെക്കാം. നിനക്ക് വേണ്ടി എന്റെ മോളെന്നല്ല, ഈ ലോകം തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കും. ഞാൻ തയ്യാറാ. നീ നോക്കിയേ, ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി വേണ്ടത് വിവാഹം, ശരിയല്ലേ? എടാ മോനെ, പെൺകുട്ടികളുടെ കല്യാണമാണ് അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സ്വപ്നം. തലയ്ക്ക് മുകളില് അവളുടെ അമ്മയുടെ ആത്മാവുണ്ട്. ആ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഹൂർത്തമാണ് വീണയുടെ കല്യാണം. എടാ മക്കളെ, ഏതെങ്കിലും വിധത്തില് നീ അതിനെ തടച്ചു നിന്ന അവളുടെ ആത്മാവ് അതെങ്ങനെ സഹിക്കും? നീ എത്ര പേരെ ഉപദേശിക്കുന്നവന്, എത്ര പേർക്ക് നീ നല്ല മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മോനെ, നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനം മാത്രമല്ല ഈ അമ്മാവന് തോന്നിയിട്ടുള്ളത്. എന്റെ മക്കളെ, ഇതൊന്ന് കഴിച്ചാല് അമ്മാവന്റെ ജീവിതത്തില് ഇനിയൊരു കർമ്മവും ഇല്ല. എടാ മക്കളെ, ഒന്ന് കൂടെ നിൽക്കണ. അമ്മാവൻ സന്തോഷത്തോടു കൂടി അവളെ ഒന്ന് അയച്ചോട്ടെ. ഇനി എന്താന്ന് വെച്ചാ നീ തന്നെ തീരുമാനിക്കണ മക്കളെ. എനിക്കിത് നടത്താൻ വേറെ നിവൃത്തിയൊന്നുമില്ലാതായിപ്പോയി. അതുകൊണ്ടാ, അതിന്റെ സങ്കടം കൊണ്ട് അമ്മാവും പറഞ്ഞു പോയതാ. കേട്ടോളാ മോനെ? നിങ്ങളിപ്പോ എവിടെയാ? ശരി, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നീ ആരെങ്കിലും വിളിച്ച് കല്യാണം മുടക്കാൻ ഏർപ്പാടാക്കുമായിരുന്നോ? ചേച്ചി, അത് അമ്മായിയോട് നീ നേരത്തെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മായിക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും. അമ്മായി ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം നീയായിട്ട് നടത്തിക്കൊടുക്കാന്ന് പറയുമ്പോ, ചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് കാര്യമുണ്ട്. എനിക്കിനി അതൊന്നും കേൾക്കണ്ട. ഇന്നലെ നീ എന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ജീവൻ മോശമാണെന്നാണ്. അത് അങ്ങനെ തന്നെ ആയാലും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തം വന്നാ അത് ഞാൻ തന്നെ സഹിച്ചോളാം. ചേച്ചി വെറുതെ ഭ്രാന്ത് പറയാതെ. ഭ്രാന്ത് കാണിക്കുന്നത് നീയാ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ വിവാഹത്തിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നാ ആ നിമിഷം നെഞ്ചു പൊട്ടി എന്റെ അച്ഛൻ തളർന്നു വീഴും. എനിക്ക് കാഴ്ച കാണാൻ വയ്യ. അമ്മയില്ലെന്നുള്ള കുറവ് അറിയിക്കാതെ എന്നെ കൊണ്ടു നടന്ന് എന്റെ ആഗ്രഹങ്ങൾക്കും
സ്വപ്നങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ചതാ എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ നിനക്ക് വാരിക്കോരി തന്നതൊന്നും എനിക്ക് തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ലോകത്ത് ആരും സ്നേഹിക്കാത്തതുപോലെ എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അച്ഛന്റെ ശ്വാസം എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. ശ്രുതി, നിന്റെ കാലിൽ ഞാൻ പിടിക്കാം. ഇനി ഒരാളോടും ഇത് നീ പറയരുത്. ഇനി ഒന്നിനു വേണ്ടിയും നീ ശ്രമിക്കരുത്. ചേച്ചിയെ ഞങ്ങളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ. എനിക്കിപ്പോ നിങ്ങൾ ഈ പറയുന്ന സ്നേഹത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ കൂടിച്ചേരേണ്ടിയിരുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോവാ. എന്നെ എന്റെ അച്ഛനെയും കൊല്ലരുത് എല്ലാവരും കൂടി. அம்மாயி அம்மாயை நாங்க கூப்பிட்டது எதுக்கான்னு മനസ്സിലായിരിക്കാ? എന്നെ തല്ലാനായിരിക്കും. അതല്ലേ നിന്റെയൊക്കെ പണി. അമ്മായി തെറ്റിദ്ധരിക്കണ്ട. ഗൗരവമുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഗൗരവമുള്ള കാര്യം? എന്നോടോ? അമ്മായി, സത്യത്തിൽ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നമ്മൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യമില്ല. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പകയില്ല, പ്രതികാരവുമില്ല. ഞാൻ നിത്യയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അമ്മായി ആഗ്രഹിച്ചതുപോലെ അമ്മായിയുടെ മകനുമായിട്ട് നിത്യയുടെ കല്യാണം നടക്കണം. ഇതല്ലേ വഴക്കിന്റെ അടിസ്ഥാനം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗൗരവമുള്ളൊരു തീരുമാനമാണ്. ഞാൻ ഈ കല്യാണത്തിന് ഒഴിയാൻ പോവാ. എന്നാ പിന്നെ ഞങ്ങളോട് പറഞ്ഞെന്തിനാ നേരം കളയുന്നത്? നിത്യയുടെ വീട്ടിൽ പോയി അവിടെ അച്ഛനോട് പറഞ്ഞാ പോരെ? ഇത് നമ്മളെ കൊടുക്കാനുള്ള ഏർപ്പാട്. അമ്മയും മോനും നല്ല സൂത്രക്കാരാ കേട്ടോ. அம்மாய், கழிஞ்சதெல்லாம் கழிஞ்சு. இப்போ ஜீவன் சார் പറയണ கேக்குங்க. அதுதான் உங்களுக்கு ലാഭം. എന്ത് ലാഭം? ഞാൻ എന്തുകൊണ്ടായി വിവാഹത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ചെന്ന് അമ്മായി ചോദിച്ചില്ലല്ലോ. അതിന്റെ കാരണം ശ്രുതിയ. അതിന് അവളെന്ത് ചെയ്തു? എന്റെ പൊന്നമ്മായി, ശ്രുതിയോട് ഞാൻ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ നിത്യയുടെ അനിയത്തിയായിട്ടാ. പക്ഷേ ശ്രുതി എന്നോട് പെരുമാറുന്ന അത്തരത്തിലല്ല. ஆமா அம்மாயி, அந்த பொண்ணு சாரோடு வேற விதம் தான் பேசுது, வேற விதம் தான் பழகுது. അതൊന്നും സാർക്ക് പിടിക്കാതെ. ഓഹോ. ചിലപ്പോ എന്റെ വീടും ഞങ്ങളുടെ സൗകര്യങ്ങളും എന്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും. അവൾ എന്നോട് പറഞ്ഞ ഡിമാൻഡ് എന്താണെന്നറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.